ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിൽ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ അശ്വിൻ ആകെ ചുമച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ശ്രുതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ശ്രുതിയും അതിങ്ങനെ വലിച്ചു കുടിച്ചപ്പോൾ ശ്രുതിക്കും ചുമ വന്നല്ലോ. അതിനെക്കുറിച്ച് അശ്വിനെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ശ്രുതിയും വീട്ടിലാണെങ്കിൽ ചുമച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീതി അടുത്തേക്ക് വരുന്നുണ്ട്. പ്രീതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നിന്റെ ചുമ ഇതുവരെ മാറിയില്ലേ? ഇല്ല ചേച്ചി, കുറവുണ്ട് എന്ന് പറയുവാണ്. ശ്രുതി, ഞാൻ നിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചതാ, നീ കഴിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ചേച്ചി, എനിക്കൊട്ടും വിശപ്പില്ല. ആഹാ, അതെന്താ വിശപ്പില്ലാത്ത? സാധാരണ നിനക്ക് ടെൻഷൻ വന്നാലും വിഷമം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും എപ്പോഴും ഭക്ഷണം കഴിക്കണ മുഖ്യമാണല്ലോ, ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറഞ്ഞിട്ട്, അറിയില്ല ചേച്ചി, എന്തോ വല്ലാത്തൊരു വിഷമം പോലെ, എന്തോ ഭക്ഷണം കഴിക്കാൻ ഒട്ടും തോന്നുന്നില്ല, ഒട്ടും വിശപ്പില്ല ചേച്ചി എന്ന് പറയാണ്. എന്തു പറ്റി ശ്രുതി, എന്താ കാര്യം എന്ന് പ്രീതി ചോദിക്കുമ്പോൾ ശ്രുതി മനസ്സ് തുറക്കുന്നുണ്ട്. ചേച്ചി, ശ്യാംസാറിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ശ്യാംസാറിനെ ആ രീതിയിൽ കാണാൻ പറ്റുന്നില്ല ചേച്ചി. ഒരു ഭർത്താവായിട്ടും ഒരു ലൈഫ് പാർട്ട്ണറായിട്ടൊന്നും എനിക്ക് ശ്യാംസാറിനെ കാണാൻ സാധിക്കുന്നില്ല ചേച്ചി. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയാണ്. ശ്രുതി, നോക്ക്, ഞാൻ നോക്കിയെടുത്തോളം ശ്യാംസാർ നിനക്ക് ചേരുന്നൊരു പയ്യൻ തന്നെയാണ്. നിനക്ക് എന്തുകൊണ്ടും ചേരുന്നതും നിന്റെ സ്വഭാവം അറിഞ്ഞിട്ടും അതുപോലെ തന്നെ നിനക്കും ശ്യാംസാറിൻ്റെ സ്വഭാവം അറിയാം. നിങ്ങൾ രണ്ടുപേർക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ശ്യാംസാറിന് അറിയാം. മാത്രം നല്ല സ്വഭാവമാണ് ശ്യാംസാറിൻ്റെ. അതുകൊണ്ട് നിനക്ക് ഏറ്റവും നല്ലൊരു പയ്യനാണെന്ന് പറയണ ശ്യാംസാറിനെ തന്നെയായിരിക്കും എനിക്കും തോന്നുന്നത് എന്ന് പറയാണ്. പക്ഷെ ഞാൻ നിന്നൊരിക്കലും നിർബന്ധിക്കില്ലട്ടോ ശ്രുതി. നിനക്കിഷ്ടമല്ലെങ്കിൽ ഒരിക്കലും നീ ശ്യാംസാറിനെ വിവാഹം കഴിക്കേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. നിന്റെ മനസ്സ് എന്ത് തോന്നുന്നു ആ തീരുമാനമാണ് നീ എടുക്കേണ്ടത്. നിനക്ക് ശ്യാംസാറിനെ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നീ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കേണ്ട. നിനക്ക് അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. എല്ലാം നിന്റെ ഇഷ്ടമാണ് മോളെ, കാരണം നീയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പ്രീതി പറയാണ്. എന്നാലും നീ വാ, ഭക്ഷണമൊക്കെ കഴിക്കാം, നീ എന്തെങ്കിലും ഇവിടെ ഇരിക്കേണ്ട, ഞാൻ വന്നോളാം ചേച്ചി പോയിക്കോ എന്ന് ശ്രുതി പറയാണ്. അങ്ങനെ നമ്മുടെ പ്രീതി അവിടെ നമ്മൾ പോകുക കേട്ടോ. പോയതിനു ശേഷം കാണിക്കുന്നത് നമ്മുടെ രാവിലെ തന്നെ ലാവണ്യ സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അഞ്ജലി ചേച്ചി, എങ്ങനെയുണ്ട് സാരി എടുത്തിട്ട്, സുന്ദരിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി, ആഹാ സുന്ദരിയായിട്ടുണ്ടല്ലോ, പക്ഷേ ഈ സാരി എന്താ ചേച്ചി? അല്ല, നിനക്ക് ഞാൻ ഈ സാരി അല്ലല്ലോ. അതെ, ചേച്ചി എന്നോട് പറഞ്ഞ റെഡ് കളർ സാരി എന്നാ, പക്ഷെ ഞാൻ കവർ തുറന്നപ്പോൾ ഈ കളറായിരുന്നു, ബ്ലൂ കളർ, പക്ഷെ എനിക്ക് ഇഷ്ടമായി ചേച്ചി എന്ന് പറയാണ്. അയ്യോ ലാവണ്യ, സോറി കേട്ടോ, അപ്പോൾ എനിക്ക് തോന്നുന്നു കവർ മാറിയെന്ന് തോന്നുന്നു. നിനക്കുള്ള കവർ ശ്രുതിക്കും, ശ്രുതിയുടെ കവർ നിനക്കുമാണ് തന്നത്, ഞാൻ ശ്രുതിക്കാ ബ്ലൂ കളർ സെലക്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ, എന്തായാലും സാരില്ല, നിനക്ക് ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ലാവണ്യ എന്ന് അഞ്ജലി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. എൻ്റെ 2-3 ഫ്രണ്ട്സ് വരുവേ, ദീപാവലിയായിട്ട് ഞാൻ അവർ ക്ഷണിച്ചിട്ടുണ്ട്, അതിനെന്താ ലാവണ്യ എന്ന് അഞ്ജലി പറയുന്നുണ്ട്. വാ, നമുക്ക് കുറച്ച് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ലാവണ്യനെ. ആ സമയം നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിക്ക് അഞ്ജലി കൊടുത്ത പാക്കറ്റ് പൊട്ടിക്കുന്ന ശ്രുതി ഞെട്ടി പോകുവാണ്. നല്ല റെഡ് കളർ, നല്ല അടിപൊളി സാരി കേട്ടോ, ഗിൽറ്റൊക്കെ വെച്ച് നല്ല അടിപൊളി കളർ സാരി. ഹായ്, നല്ല ഭംഗിയുടെ ഈ സാരി കാണട്ടെ, നല്ല അടിപൊളി കളർ. എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഇത്ര വില കൂടിയ ഒരു ഡ്രസ്സ് കിട്ടുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സാരി, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അത് മേത്തൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുവാണ്. ശ്രുതിക്ക് വളരെയധികം ഇഷ്ടമായതുകൊണ്ട് ശ്രുതി അതിങ്ങനെ പൊതിനൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുന്നൊക്കെ കേട്ടോ. ഹായ്, നല്ല രസമുണ്ട്, ഈ സാരി എടുത്തിട്ട് നാളെ ഞാൻ അങ്ങോട്ടേക്ക് പോകും എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ശ്രുതി രാവിലെ ആകുമ്പോൾ തന്നെ കുളിച്ച് റെഡിയായിട്ട് പ്രാർത്ഥന റൂമിലൊക്കെ കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ പ്രീതി കുളിച്ചിട്ടുമില്ല, റെഡി ആയിട്ടുമില്ല. ഇതെന്താ ചേച്ചി കുളിച്ചിട്ടുമില്ല, റെഡി ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ചേച്ചിക്കറിയില്ലേ ഇന്ന് ദീപാവലിയാണെന്ന്? രാവിലെ തന്നെ ആഘോഷങ്ങളൊക്കെ തുടങ്ങണ്ടേ, പിന്നെ അച്ഛൻ്റെ പിറന്നാളും കൂടിയിട്ടാ, സദ്യ വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, നീ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി? അതെ, ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പൂജ റൂമിൽ കയറണ്ടേ? അത് മാത്രമല്ല ചേച്ചിക്കറിയാലോ, ഇന്ന് എനിക്ക് അശ്വിൻ സാറിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. ഇന്നോ? ദീപാവലി ആയിട്ടോ? അതെ, കുറച്ച് പലഹാരങ്ങൾ കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരും. പിന്നെ ഷുഗർ ഫ്രീ പലഹാരങ്ങൾ കൂടി വേണം. ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, പെട്ടെന്നെല്ലാം ഉണ്ടാക്കണം. അതിനെന്താ ശ്രുതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നിനക്കൊന്ന് പോകണമെന്ന് നിർബന്ധമാണ് മോളെ. അതെ ചേച്ചി, പോകണം ചേച്ചി, പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ കേട്ടോ എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതി റെഡിയാവാൻ വേണ്ടി തുടങ്ങുവാണ്. അതേസമയം നമ്മുടെ അശ്വിൻ്റെ വീട്ടിലാണെങ്കിൽ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചെയ്യട്ടോ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി ചോദിക്കണ്ടേ, എങ്ങനെയുണ്ട് ശ്യാമേട്ട, ഒരുക്കങ്ങളൊക്കെ നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആ ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ വളരെ മനോഹരമായിട്ട് തന്നെ അവൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ മനോരമ പറയണ്ടേ, എൻ്റെ മരുമോനെ നീ മാത്രമേ ഇനി അവളെ പുകഴ്ത്താനുണ്ടായുള്ളൂ, അതും കൂടി പൂർത്തിയായി എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ അഞ്ജലി പറയണ്ട്, ലാവണ്യ മാധവനെ ഉണക്കാൻ വേണ്ടി അശ്വിൻ്റെ റൂമിൽ ശ്രുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരാമോ? അതിനെന്താ അഞ്ജലി ചേച്ചി, ഞാൻ എടുത്തിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ അശ്വിൻ്റെ റൂമിലേക്ക് പോകും. ആ സമയത്ത് അശ്വിൻ അവിടെ ഉണ്ട് കേട്ടോ. ഏസ് നീ റെഡിയായില്ലേ? വാ, താഴത്തെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് ലാവണ്യ പറയുവാണ്.
അശ്വിനൊന്നും തന്നെ മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അശ്വിനോട് പറയണ്ട ലാവണ്യ, അതെ ഞാൻ നിന്റെ റൂമിലെ മാധവനെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ശ്രുതി ഉണ്ടാക്കിയത്, ഞാൻ അത് എടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയട്ടെ നമ്മുടെ ശ്രുതി ഉണ്ടാക്കിയ മാധവനെ 3 മാധവൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടി നമ്മുടെ ലാവണ്യ പോകുന്നുണ്ട്. തിരിച്ചു വരുന്നുണ്ട്. നീ പെട്ടെന്ന് നിലത്തേക്ക് വാകട്ടോ എന്ന് ലാവണ്യ പറഞ്ഞിട്ട് തിരിയുമ്പോഴേക്കും അതിലൊരു മാധവൻ നിലത്തേക്ക് വീഴാൻ പോകുമ്പോൾ അശ്വിൻ അത് കൈവച്ച് ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഹാവു, നീ അത് പിടിച്ചോ, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇത് മാധവൻ എങ്ങാനും ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്കും അഞ്ജലി ചേച്ചിക്കും ഇതുണ്ടായ ശ്രുതിക്കൊക്കെ വളരെ വിഷമമായാണ് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ ആലോചിക്കുകയാണ് ശ്രുതി മാധവൻ ഉണ്ടാക്കാൻ വേണ്ടി മണ്ണെടുത്തതും മണ്ണ് കണ്ണിൽ പോയതും ഒക്കെ ജസ്റ്റ് ഒന്ന് അശ്വിൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലാവണ്യ പറഞ്ഞിട്ട് നീ എന്തായാലും പെട്ടെന്ന് റെഡിയായിട്ട് നിലത്തേക്ക് വാ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അശ്വിനെ നിലത്തേക്ക് വിളിച്ചിട്ട് ലാവണ്യ നിലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പൂജാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇതാരാ ഈ സമയത്ത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതെൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും മുത്തശ്ശി, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ വാതിൽ തുറക്കുവാണ്. 2 മോഡേൺ ഡ്രസ് ഇട്ട പെൺകുട്ടികളുണ്ടോ, ശീതലും പിന്നെ ഒരു പെൺകുട്ടി കൂടി ഉണ്ട്. അപ്പോൾ ആ വാ വാ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ വിളിക്കുമ്പോൾ ഇതെന്തല്ല നീ ഒരു പുതിയ കോലത്തിൽ, നീ എന്താ സാരിയെ കൊടുത്തിട്ട് തനി ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ വീട്ടുപെണ്ണിനെ പോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നീ എന്ന് പറയുമ്പോൾ ശരിക്കും ടിപ്പിക്കൽ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഈ വേഷം വളരെയധികം ഇഷ്ടമാണ് എന്ന് ഫ്രണ്ട്സിനോട് പറയാം ലാവണ്യ. എന്നാലും വളരെ ബോറായിട്ടുണ്ട്, നിനക്ക് മറ്റേ മോഡേൺ ഡ്രസ്സ് തന്നെയാണ് നല്ലത് എന്ന് ഫ്രണ്ട്സ് പറയുകയാണ്. നിങ്ങളെന്തായാലും അകത്ത് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഫ്രണ്ട്സിനെ. അതിനുശേഷം ലാവണ്യ മുത്തശ്ശിനെ പരിചയപ്പെടുത്താണ്. മുത്തശ്ശി ഇതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ലാവണ്യ ചോദിക്കുകയാണ്, ഓ ഇതാണോ നീ പറഞ്ഞ പെരട്ട കിളവി എന്ന് പറയുമ്പോൾ ദേ പതുക്കെ പറ എന്ന് ലാവണ്യ പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മുത്തശ്ശിയ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ദേ ഇത് ഞങ്ങളുടെ അഞ്ജലി ചേച്ചി, ഇത് ശ്യാമേട്ടൻ എന്ന് പറയുമ്പോൾ ഓ ശ്യാമേട്ടൻ ചുള്ളനാണല്ലോ എന്ന് കൂട്ടുകാരികൾ പറയുകയാണ്. ആ സമയത്ത് അഞ്ജലിക്ക് ചെറിയ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഞങ്ങളുടെ മനോരമ ആൻറ്റി എന്ന് ലാവണ്യ പറയുകയാണ്. അപ്പം തന്നെ മനോരമ പറയുന്നുണ്ട് ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാരികൾ ചിരിക്കുകയാണ്. എന്തിനാ നിങ്ങൾ ലവ് ചെയ്യണത്, ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് മനോരമ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അവരെ വിളിച്ചിട്ട് കസേരയിൽ അങ്ങനെ ഇരുത്തുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി അച്ഛന് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ ഞാൻ ജോലിക്ക് പോകുവാണ്, പെട്ടെന്ന് തന്നെ വരാം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവിടെ കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ എന്തോ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്താ അച്ഛാ, എന്താ കാര്യം എന്ന് ശ്രുതിയും പ്രീതിയും ചോദിക്കുമ്പോൾ എന്താ അച്ഛാ എന്താ എന്ന് പ്രീതിയും ചോദിക്കുകയാണ്. ആ സമയത്ത് എടുത്ത വായിക്ക് അമ്മായി പറയുന്നുണ്ട്, ഹോ അശോകേട്ടൻ എന്ത് പറയാനാ, അശോകേട്ടൻ എപ്പോഴും ശ്രുതിയുടെ വിചാരം മാത്രമേ ഉള്ളൂ, ശ്രുതിയുടെയും ശ്യാമോൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ചായിരിക്കും അശോകേട്ടൻ പറയാൻ വരുന്നത്. അല്ലേ അശോകേട്ടൻ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് ആ വിവാഹം നടക്കും എന്ന് പറയുവാട്ടോ. ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ വിഷമമാവുന്നുണ്ട്. പക്ഷെ ശ്രുതി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതിനുശേഷം ശ്രുതി സാരിയെ കൊടുത്ത് റെഡിയായിട്ട് അശ്വിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ അശ്വിൻ്റെ വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആരോ വണ്ടിയിൽ വന്ന് ഇറങ്ങണ ഒച്ച കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ആ ശ്രുതി ആയിരിക്കും വന്നത് എന്ന് പറയണം. അപ്പം തന്നെ ശ്യാം അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാൻ പോകുമ്പോഴേക്കും അല്ല ശ്യാമേട്ടൻ ഇത് എവിടെ പോകാൻ പോവാ, അല്ല ഞാൻ മുകളിൽ വരാം, അയ്യോ ശ്യാമേട്ടൻ ഇപ്പോൾ പോവല്ലേ, ശ്രുതിനെ ഇതുവരെ പരിചയപ്പെട്ടിട്ട് പോകാം എന്ന് പറയുകയാണ് അഞ്ജലി. ആ സമയത്ത് നമ്മുടെ രാമേട്ടൻ വരുന്നുണ്ട്. ആ രാമേട്ടൻ എത്തിയോ, ദേ ശ്യാമേട്ടന് പൈനാപ്പിൾ ഇട്ട സാധനങ്ങളൊന്നും കൊടുക്കരുത് കേട്ടോ, അലർജിയാണ് എന്ന് പറയാണ്. ദേ രാമേട്ടൻ പുറത്താരോ വന്നിട്ടുണ്ട്, ശ്രുതിയാണെന്ന് തോന്നണം, അകത്തേക്ക് വരാൻ പറ അവളോട് എന്ന് പറയാണ്. ശരി മോളെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ പുറത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി അകത്തേക്ക് കയറാൻ പോകുക കേട്ടോ. അങ്ങനെ ശ്രുതി അകത്തേക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ആ കൂട്ടത്തിൽ ശ്യാമും ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.